അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വിഷു വിഭവങ്ങളിൽ നമ്മളിന്ന് തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ആ ഇലയിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, ചെറിയൊരു മധുരം ഇതിനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് ഇത്രയും പ്രിയപ്പെട്ടതായത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനൊരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നേ വളരെ കുറച്ച് മാത്രം എടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച പൈനാപ്പിളല്ലേ അതും ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കുന്നവർക്ക് അതും ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ കടുകും ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ചിലർ ഇതിൽ തൈര് കൂട്ടി അരച്ചെടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യാറ്. അപ്പോൾ അരച്ചെടുത്ത കൂട്ട് അവിടെ മാറ്റി വയ്ക്കാം. നമ്മൾ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അല്പസമയം കഴിയുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് ഇത് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരച്ച ആ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും അടച്ച് വേവിച്ചെടുക്കണം. പൈനാപ്പിളും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സായി വരണം. ആ സമയത്തൊരു നല്ല സ്മെല്ല് വരാനുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ തൈര് ചേർക്കുന്നത്. തേങ്ങയിൽ അരച്ച് ചേർക്കുന്നതിലേറെ ഇതുപോലെ ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1, 2, 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം, തൈരിൻ്റെ പുളിക്കനുസരിച്ച് കേട്ടോ. ഇത് വലിയ പുളിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, അത് പ്രത്യേകം പറയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതുണ്ടാകുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ രണ്ടും കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മുന്തിരിയുടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് താളിച്ച് വയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ താളിപ്പങ്ങ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിഷു വിഭവങ്ങളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വിഭവം ഏതാണെന്നൊന്ന് പറയാമോ? എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒന്ന് ഇതാണ് കേട്ടോ, പിന്നെ പായസം തന്നെയാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.